നമ്മുടെ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം വിശ്വസിച്ചാൽ ദൈവനാമം നമ്മുടെ ജീവിതത്തിലും മഹത്വപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബഥാനിയിലെ ലാസറിൻ്റെ പുനരുത്ഥാനം നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ സ്ഥാനത്ത് ലോകത്തിൽ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരത്ഭുതം ചെയ്യുവാനാണ് യേശു ബഥാനിയിലേക്ക് ലാസറിനെ അടക്കിയ കല്ലറയുടെ അടുക്കിലേക്ക് എത്തിച്ചേർന്നത്. യേശുവിന് താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആ കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ട് യേശു ഇങ്ങനെ പറയുവാനിടയായി, ഈ കല്ല് നീക്കുവീൻ. കല്ല് നീക്കുവാൻ യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ യുവാവിനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി മറിയ ഇങ്ങനെ സംസാരിച്ചു, കർത്താവേ, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചിരിക്കുന്നു. ഇനിയും ആ കല്ലറ തുറന്നാൽ ദുർഗന്ധം മാത്രമല്ലാതെ എൻ്റെ സഹോദരനായ ലാസർ ജീവനോടെ പുറത്തു വരികയില്ല. ദൈവം ചിലത് ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിന് തടസ്സം നിൽക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അപ്പോൾ അവിടെ യേശുവിനെ പ്രതികരിക്കേണ്ടി വന്നു. യേശു ലാസറിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ മാർത്തയും മറിയയും എന്ന 2 സഹോദരിമാർ ലാസറിനുണ്ടെന്ന് നമുക്കറിയാം. ആ മറിയ എന്ന സഹോദരിയാണെങ്കിൽ തികഞ്ഞ വിശ്വാസിയാണ്. കർത്താവ് ആ വീട്ടിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ മനസ്സൊരുക്കമുള്ളവളായിരുന്നു അവൾ. എന്നാൽ മാർത്തയുടെ കാര്യം അങ്ങനെയല്ല. മാർത്തയ്ക്ക് ദൈവവചനം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി വീട്ടിൽ വന്ന യേശുവിനെ സൽക്കരിക്കണമെന്നുള്ള ഒരു മനോഭാവമായിരുന്നു മുൻപിൽ നിന്നത്. ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കി തൻ്റെ പാചകത്തിൻ്റെ മിടുക്ക് യേശുവിൻ്റെ മുമ്പിൽ പ്രകടമാക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം ആ മാർത്ത എന്ന സഹോദരിക്ക് ഉണ്ടായിരുന്നത്. വീട്ടിൽ വന്ന അതിഥിയെ മാന്യമായി സൽക്കരിക്കണം, സ്നേഹിക്കണം, എല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി വിടണമെന്നുള്ള ആഗ്രഹം മാർത്തയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. പക്ഷേ മാർത്തയുടെ ഉള്ളിൽ അവിശ്വാസവും നിറഞ്ഞു നിന്നിരുന്നുവെന്ന് നമുക്ക് അല്യ മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ കല്ല് നീക്കുവാൻ യേശു പറഞ്ഞപ്പോൾ മാർത്ത അങ്ങനെ പറയുകയില്ലായിരുന്നല്ലോ. ഇതാ അല്പം നീരസത്തോടെയാണ് യേശു അടുത്ത വാക്യം അവിടെ സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിലാണ് യേശു കല്ല് നീക്കുവാൻ പറഞ്ഞത്. 40-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. അത് ഒരധികാരത്തിൻ്റെയും അല്പം അവളോട് നീരസപ്പെട്ടുള്ള സംസാരത്തിൻ്റെ ഒരു ഭാഷയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. നമ്മളും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഏതെങ്കിലും നിലയിൽ അവരെ ഉപദേശിച്ച് അവർ കേൾക്കാൻ വരുമ്പോൾ പിന്നെ വടിയെടുത്തൊന്ന് കൊടുത്തിട്ട് വരെ പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, എന്നാൽ നീ കേൾക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരെ ശാസിക്കത്തില്ലേ? ഏതാണ്ട് ശാസന രൂപത്തിൽ തന്നെയാണ് യേശു മാർത്തയോട് സംസാരിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ?
യേശുവിനറിയാൻ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. യേശു ഒരു വിടുതൽ നൽകുവാനാണ് അവിടെ പോകുന്നത്. അന്ന് വരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുത പ്രവൃത്തി ഇതാ നടക്കുവാൻ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അത് സ്വന്തം സഹോദരി ആയപ്പോലും വിശ്വസിക്കാൻ തയ്യാറല്ലാതിരുന്നൊരു മാർത്ത ആ ഭവനത്തിലുണ്ട്. സ്തോത്രം. ആ മാർത്തയോട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ മാർത്തയെ എന്ന് ശാസിച്ച് ഹല്ലേലൂയ അധികാരസ്വരത്തോടെ യേശു അവിടെ സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുകയാണ് വേണ്ടത്, അവിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു തന്നെ നാം ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നാം ഓരോരുത്തരും കാണും. മാർത്തയുടെ അവിശ്വാസം അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി തടസ്സമായി നിന്നില്ല. ഇതാ കർത്താവ് ലാസറിനെ ആ കല്ലറയിൽ നിന്ന് ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവന്നു. അതൊരു വലിയ അത്ഭുതവും ഒരു വലിയ സംഭവമായി അവിടെ ഹല്ലേലൂയ ചർച്ചയ്ക്ക് ഇടയാകുവാൻ കാരണമായി തീർന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നാം ഓരോരുത്തരും കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ വിഷയം ഏതുമായിക്കോട്ടെ, ചീഞ്ഞ് നാറിയ അനുഭവമായിക്കോട്ടെ, 4 ദിവസം ആയി കല്ലറയിൽ അടക്കം ചെയ്തിട്ട് 4 ദിവസമായി ലാസറിൻ്റെ ശരീരം പോലെ ചീഞ്ഞ് നാറുന്ന അനുഭവമായിക്കോട്ടെ, അനേക വർഷങ്ങളായിട്ടുള്ള രോഗമായിക്കോട്ടെ, വലിയ കടഭാരമായിക്കോട്ടെ, വലിയ ബാധ്യതകളായിക്കോട്ടെ, മറുപടി ലഭിക്കാത്ത ഏത് വിഷയവുമായിക്കോട്ടെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഉറപ്പോടെ സംസാരിക്കുന്നു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. വിശ്വസിച്ചാൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ഒരത്ഭുതം കാണുവാനിടയാകും. സ്തോത്രം. വിഷയം ഏതും ദൈവത്തിന് വിഷയമല്ല. സ്തോത്രം. നമുക്കാണ് വിഷയങ്ങളൊക്കെ ഒത്തിരി വലുതായിട്ട് തോന്നുന്നത്. ദൈവത്തിന് ഇതൊന്നും വലിയ വിഷയങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസമാണ് അവിടെ പരമപ്രധാനം. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ദൈവം മറുപടി നൽകി നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം ഹല്ലേലൂയ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ ഉടൻ തന്നെ മറുപടി ലഭിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഗൾഫ് മേഖലയിലെ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി. നമുക്ക് സന്തോഷത്തിൻ്റെ വർത്തമാനം കേൾക്കുവാൻ ഇടയായതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സാധുക്കളാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കുവാനും മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടു. ഇതാ ഹല്ലേലൂയ പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഹൃദയത്തിൽ ഇറാൻ്റെ നേതാക്കന്മാരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു. ഇതാ താൽക്കാലികമായി യുദ്ധം ദൈവം നിർത്തൽ ചെയ്ത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതെ, വിശ്വസിച്ചാൽ നമുക്കും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഉടനെങ്ങും ഈ യുദ്ധം നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഇതാ ഒരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതുപോലെ ദൈവം ആ യുദ്ധത്തിന് ഹല്ലേലൂയ അറുതി വരുത്തിയിരിക്കുന്നു. ഇതാ ഒരു താൽക്കാലിക വിരാമം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇതൊരു ഹല്ലേലൂയ പൂർണ്ണമായ ഒരു ഹല്ലേലൂയ യുദ്ധത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവിധമായ സാഹചര്യവും മാറി ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്ന അന്തരീക്ഷമാക്കി ദൈവം തീർക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം. കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ കർത്താവേ, മരിച്ച് 4 ദിവസമായി കല്ലറയിൽ അടക്കം ചെയ്ത ലാസറിനെ അങ്ങ് ഉയർപ്പിച്ചതുപോലെ കർത്താവേ ഹല്ലേലൂയ ഇനിയും ഒരു ഹല്ലേലൂയ പ്രത്യാശയ്ക്കും വകയില്ലാതെ വണ്ണം ഹല്ലേലൂയ ആ അധ്യായം അടഞ്ഞുവെന്ന് ചിന്തിച്ചിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ദൈവമേ അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ് സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഏത് വിഷയമായാലും എൻ്റെ കർത്താവിൻ്റെ വാക്കിന് മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം ആ പ്രശ്നങ്ങളെല്ലാം മാറി സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി ലഭിക്കുമെന്ന് ഇന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവേ, ദൈവമേ അവിടുന്ന് പിന്നെയും അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ കർത്താവേ. ദൈവമേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പൂർണ്ണമായിട്ട് സൗഖ്യവും വിടുതൽ നൽകി അവരെ സഹായിക്കണമേ കർത്താവേ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ ഹല്ലേലൂയ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോട് മനസ്സറിയണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല കർത്താവേ. വേഗത്തിൽ അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ
കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. സാമ്പത്തികമായ കടഭാരങ്ങളാലും ഞെരുക്കങ്ങളാലും കഴിയുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം വേഗത്തിൽ അവർക്ക് മറുപടി നൽകി സഹായിക്കാനാണ് സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ. കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് കർത്താവേ. അവർക്കെല്ലാം അവിടുന്ന് അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു കൊടുത്ത് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ ആമേൻ ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. വേഗത്തിൽ അവർക്ക് വഴിയും വാനും തുറന്നു കൊടുത്ത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ജോലിയിൽ പ്രവേശിപ്പാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ആയതുപോലെ വിദേശ രാജ്യങ്ങളിൽ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി കടന്നു പോകേണ്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ അടുത്തുണ്ട് കർത്താവേ. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് വേഗത്തിൽ ഹല്ലേലൂയ അവർക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാൻ സഹായിച്ചാനാണ് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിച്ചാനാണ് സ്തോത്രം. ഞങ്ങളുടെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ കർത്താവ് മാറ്റുന്നതിനാണ് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം മഹത്വമെടുത്തതിനാണ് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. ആമേൻ. എല്ലാ ആമേ രാജ്യങ്ങളെയും എല്ലാ ആമേ കർത്താവെ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെയും അവിടെ സഹായിച്ച് അനുഗ്രഹിക്കാനാണ് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങയുടെ പൊന്നുനാമം മഹത്വമെടുത്തതിനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയെല്ലാം കർത്താവ് കേട്ടിട്ടുണ്ട്. വിശ്വസിക്കുക, ധൈര്യപ്പെടുക, ഉറച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും, സഹായിക്കും. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും അനുഗ്രഹത്തിന് കാരണമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഓൾ.